മറഞ്ഞു നിന്നെ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ. ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 2 മാസം മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോൻ്റെ അതിന് നിങ്ങളെന്ന റെസ്പോൺസ് അത് എൻ്റെ ഇൻട്രോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഒരു റെസ്പോൺസ് കൊണ്ട് മോട്ടിവേറ്റഡ് ആയി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ വീഡിയോ ചെയ്യുന്നതിന്. അത്രയും റെസ്പോൺസ് ആ വീഡിയോയ്ക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരുപാട് പേർക്ക് ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട്. സോ അതൊക്കെ ഫസ്റ്റ് സെമ്മിലെ കാര്യങ്ങൾ മാത്രം ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന വിഷ്വൽസും വീഡിയോയിൽ ഞാൻ കൊടുക്കുന്ന ഓഡിയോ ആയിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഡിയോ മാത്രമായിരിക്കണം. അങ്ങനെ വീഡിയോ അധികം ലാഗാക്കാതെ ഞാൻ കണ്ടന്റിലേക്ക് വരാം. ഫസ്റ്റ് ഞാൻ സംസാരിക്കേണ്ടത് സബ്ജക്ട്സിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് സെമ്മിൽ നമുക്ക് മൊത്തം 6 സബ്ജക്റ്റ് പഠിക്കാനായിട്ടുണ്ട്. അതിൽ 2 എണ്ണം അനാട്ടമി ഫിസിയോളജി, അത് നമ്മൾ +2 പഠിച്ച പോലെ സുവോളജി ബോട്ടണി പഠിച്ച പോലെ ബയോളജിയുടെ ഒക്കെ എക്സാം ആണെങ്കിൽ നമ്മൾ സുവോളജിയും ബോട്ടണിയും പഠിക്കണല്ലോ. അതുപോലെ തന്നെയാണ് അനാട്ടമി ഫിസിയോളജിയും രണ്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ എക്സാം യൂണിവേഴ്സിറ്റി എക്സാമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെയുള്ളതാണ് സോഷ്യോളജി സൈക്കോളജി. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഉണ്ട്, നഴ്സിംഗ് ഫൗണ്ടേഷൻ ഉണ്ട്. നഴ്സിംഗ് ഫൗണ്ടേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ സെക്കൻഡ് സെമ്മിലൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിലും സെക്കൻഡ് സെമ്മിലാണ് അതിന് യൂണിവേഴ്സിറ്റി എക്സാം വരുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ ഇൻറ്റേർണൽസും അതുപോലെ മോഡൽ എക്സാമും ഒക്കെ ഫസ്റ്റ് സെമ്മിലെ അറ്റൻഡ് ചെയ്യണം. പിന്നെ പറയാനുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനെ കുറിച്ചാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരുന്നില്ല, ഓൺലി കോളേജ് ലെവൽ എക്സാം മാത്രമേ വരുന്നുണ്ടാവൂ. പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് ഈ കോളേജ് ലെവൽ എക്സാമിൻ്റെ മാർക്ക് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതോട് കൂട്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ മാർക്ക് ആഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് വൈസിനെ കുറിച്ചിട്ട് പറയാം. നഴ്സിംഗ് ഫൗണ്ടേഷൻ 75 അത് സെക്കൻഡ് സെമ്മിലാണ് എക്സാം വരുന്നത്, അതായത് യൂണിവേഴ്സിറ്റി എക്സാം സെക്കൻഡ് സെമ്മിൽ. പിന്നെ അനാട്ടമി ഫിസിയോളജി കൂട്ടിയിട്ട് 75 ഒരു സബ്ജക്റ്റിന് 38 ഒരു സബ്ജക്റ്റിന് 37 ആണ്. ഇങ്ങനെ തന്നെയാണ് സോഷ്യോളജി സൈക്കോളജി വരുന്നുണ്ടാവുക. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കോളേജ് നടത്തുന്ന അനുസരിച്ചാണ് 25 ഒരു മാർക്ക് ആഡ് ചെയ്യുന്നുണ്ടാവുക എന്നാണ് പറയൽ. 50 ഞങ്ങൾക്കൊക്കെ എക്സാം നടന്നിട്ടുണ്ടാകുന്ന 50 ഓരോ സബ്ജക്റ്റിനും 50% മാർക്ക് വേണം പാസ്സാവാനായിട്ട്. എക്സാംസിനെ കുറിച്ചിട്ട് മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ എക്സാംസിനെ കുറിച്ചിട്ട് പറയാം. ഇൻറ്റേർണൽ എക്സാംസിൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കാനായിട്ട് ഇൻറ്റേർണൽ മിസ്സുമാരും കാണും, എക്സ്റ്റേണൽ മിസ്സുമാരും കാണും. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ ഇൻറ്റേർണൽ എക്സാമിനെ കുറിച്ചിട്ടെന്ന് പറയുമ്പം ഓരോ സബ്ജക്റ്റിന് 2 ഇൻറ്റേർണൽ എക്സാം വെച്ചിട്ട് വരുന്നുണ്ടാവും. അതായത് സോഷ്യോളജിക്ക് 2, സൈക്കോളജിക്ക് 2, അനാട്ടമിക്ക് 2, ഫിസിയോളജിക്ക് 2, അതുപോലെ നഴ്സിംഗ് ഫൗണ്ടേഷന് ഒരെണ്ണേ ഫസ്റ്റ് സെമ്മിൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് 2 എക്സാം കാണും ഇൻറ്റേർണൽ, അതുകൂടാതെ ഒരു കോളേജ് ലെവൽ എക്സാം. പിന്നെ നമ്മൾ +2 മാർക്ക് CE മാർക്ക് ആഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഈ ഇൻറ്റേർണൽ എക്സാമിൻ്റെ മാർക്കൊക്കെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് അസൈൻമെൻറ്റ്സിനെ കുറിച്ചിട്ട് പറയാം. അസൈൻമെൻറ്റ് കൂടുതലൊന്നും പറയില്ല. ഓരോ സബ്ജക്റ്റും ഓരോ അസൈൻമെൻറ്റ് വെച്ചും ഓരോ പ്രസൻറ്റേഷൻ വെച്ച് ഉണ്ടാവും. അത് ഓരോ മിസ്സുമാർ തരുന്ന ടോപ്പിക്കാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയും അസൈൻമെൻറ്റ് എഴുതുകയും ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചിട്ട് അത്രേ പറയാനുള്ളൂ. പിന്നെ ഇനി പറയാൻ പോകുന്ന ക്ലിനിക്സിനെ കുറിച്ചിട്ടാണ്. ക്ലിനിക്സ് ഞങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ 20 ഡേയ്സ് ആയിരുന്നു. ഇത് അവർ കണക്കാണ്. അതായത് നമുക്കൊരു സിലബസ് ഉണ്ട്. സിലബസ് മിസ്സുമാരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തരും. നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ സിലബസിലുള്ള ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറയുമെങ്കിലും ഈ സിലബസിൽ അത്യാവശ്യം ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ സിലബസിലുണ്ട്. പിന്നെ എനിക്ക് ക്ലിനിക്സിലാണെങ്കിൽ ഈ സിലബസിൽ തന്നിട്ടുണ്ട് ഇത്ര അവർ ക്ലിനിക്സിൽ പോകണം എന്നുള്ളത്. സോ ആ അവർ വെച്ചിട്ട് 20 ഡേയ്സ് ആയിരുന്നു ഞങ്ങൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉള്ളത്. നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ ക്ലിനിക്കൽ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ ബെഡ് മേക്കിംഗ് മെയിനായിട്ട് ചെയ്യണം, പേഷ്യൻ്റ് ഹിസ്റ്ററി കളക്ട് ചെയ്യണം. അതൊക്കെ ആണ് ക്ലിനിക്സിൽ ചെയ്യേണ്ട അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഫോൾ റിസ്ക് അസസ്മെൻറ്റ്, അതുപോലെ ഹിസ്റ്ററി അങ്ങനെ ഉള്ള അസൈൻമെൻറ്റ്സ് ആണ് നിങ്ങൾ ക്ലിനിക്സിലും ചെയ്യേണ്ടത്. അതായത് ക്ലിനിക്സിൽ നിങ്ങൾക്ക് ഈ നോർമൽ അസൈൻമെൻറ്റ്സിന് കൂടാതെ വേറെ റിക്വയർമെൻറ്റ്സും ഉണ്ട്. ബെഡ് മേക്കിംഗ് കൂടാതെ നിങ്ങൾ ക്ലിനിക്സിൽ ചെയ്യാനുള്ളത് വൈറ്റൽസ് എടുക്കുക എന്നുള്ളതാണ്. അതായത് വൈറ്റൽ സയൻസ് വരുന്നത് ബ്ലഡ് പ്രഷർ വരുന്നുണ്ട്, പൾസ് റേറ്റ് വരുന്നുണ്ട്, അതുപോലെ റെസ്പിറേറ്ററി റേറ്റ്, അതുപോലെ പൾസ് ഓക്സിമെട്രി, അതുപോലെ വരുന്നത് ടെമ്പറേച്ചർ. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു വൈറ്റൽ സയൻസിൽ എടുക്കുന്നത്. ഇത് നിങ്ങൾ എല്ലാ പേഷ്യൻസിനെയും കളക്ട് ചെയ്യണം. ഇതിന് ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് സ്കിൽ ലാബ് കാണും. നമുക്ക് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഒക്കെ സ്കിൽ ലാബ് ഉണ്ട്. ഈ സ്കിൽ ലാബിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലിനിക്സിൽ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിനിക്സ് മെയിനായിട്ട് അത്രയാണ് പറയാനുള്ളത്. പിന്നെ മെയിൻ പ്രാക്ടിക്കൽ എക്സാം നമുക്ക് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഇല്ല. പിന്നെ ഓരോ കോളേജിനെ ബേസ് ചെയ്തിട്ടാണ് അവർ മോഡൽ എക്സാംസ് നടത്തുന്നത്. ഞങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ ക്ലിനിക്സിനെ ബേസ് ചെയ്തുള്ള മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നു. അല്ലാതെ പ്രാക്ടിക്കൽ എക്സാം യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളത് ഇല്ല.
പിന്നെ പറയാനുള്ളത് മൊഡ്യൂളാണ്. മൊഡ്യൂൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് മൊഡ്യൂൾ നമുക്ക് റെക്കോർഡ് എഴുതാനുണ്ട്. അതായത് നമ്മൾ +2 റെക്കോർഡ് എഴുതിയില്ലേ, അതുപോലെ മൊഡ്യൂൾ നമുക്ക് എഴുതാനായിട്ടുണ്ട്. അത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരുന്നു മൊഡ്യൂൾ എഴുതാനുണ്ടായിരുന്നത്. അതുപോലെ പ്രോജക്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ പ്രോജക്റ്റ് എന്ന് പറയുന്ന കാര്യമില്ല. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ പ്രോജക്റ്റ് ഉണ്ടാവും, അത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തൊന്നും പ്രോജക്റ്റ് ഇല്ല. കുറച്ചൊരു ഡൗട്ട്സാണ്, പടം വരയ്ക്കാനൊക്കെ ഒത്തിരി അറിയണോ വേണ്ടിയോ കാര്യങ്ങളൊക്കെ. എക്സാമിന് അനാട്ടമി ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് പടം ഫിഗേഴ്സാണ്. അത് നമ്മളെല്ലാവരും അത്ര എക്സ്പേർട്ടൊന്നും അല്ലല്ലോ, അത്യാവശ്യം നന്നായിട്ട് പടം വരച്ചാൽ മതി. അതിനെക്കുറിച്ചിട്ട് അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ സ്റ്റെതസ്കോപ്പ് വാങ്ങുന്നത്, അതുപോലെ നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ ഡൗട്ട്സും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ്സ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസ് ഇങ്ങനെയുണ്ട്, അതൊക്കെ നോക്കി റെഫർ ചെയ്ത്, പിന്നെ ChatGPT ആണല്ലോ ഇപ്പോൾ എല്ലാം, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് എളുപ്പമുണ്ടാവും. മെയിനായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. സോ അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. സോ കമൻറ്റ് ബോക്സ് നോക്കാതെ വീഡിയോ ഓഫാക്കി പോകരുത്. ഇത്രയൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. സോ ബൈ.